2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി മാറിയിരിക്കുന്നതെന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് 2026 എന്ത് തരം ട്വിസ്റ്റുകളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ സ്വാധീനമുള്ള പല സ്ഥലങ്ങളും തിരുവനന്തപുരത്തുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 14 നിയമസഭാ മണ്ഡലങ്ങൾ. ഈ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ എന്താണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് 2026? വളരെ വലിയ ട്വിസ്റ്റുകൾ സംഭവിക്കാനായിട്ടും അതോടൊപ്പം തന്നെ പലതരത്തിലുമുള്ള അട്ടിമറികൾ സംഭവിക്കാനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സർവേ റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് സർവേ കണക്കുകളും അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങളും കണക്കുകളും നോക്കുമ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് നമുക്കൊന്ന് നോക്കാം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 2021 ഈ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിച്ച ചില കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഈ 14 നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഭൂരിഭാഗത്തിലും LDFിൻ്റെ ഒരു തേരോട്ടം തന്നെയായിരുന്നു എന്നുള്ളത് വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കൃത്യമായിട്ടും LDF ഒരു വലിയ തോതിലുള്ള മുൻതൂക്കം എല്ലാ സ്ഥലങ്ങളിലും ലഭിച്ചിട്ടുണ്ടായിരുന്നു. പല സീറ്റുകളും LDF തൂത്തുവാരുന്ന തരത്തിലുണ്ടായിരുന്നു കാര്യങ്ങൾ. UDFന് മേൽക്കൈ ലഭിക്കുന്ന തരത്തിലോട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ല 2021 തിരുവനന്തപുരത്ത് സംഭവിച്ചത്. BJP സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2021. എന്നാൽ 2026 വരുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത്, പലതരത്തിലുമുള്ള ടെസ്റ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായിട്ടും അട്ടിമറികൾ വളരെ വലിയ തോതിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2026 വരാൻ പോകുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന 14 സ്ഥലങ്ങൾ, 14 നിയമസഭാ മണ്ഡലങ്ങൾ, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പാറശാല, കോവളം, നെയ്യാറ്റിങ്കര, വർക്കല, കാട്ടാക്കട, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അങ്ങനെ തുടങ്ങി 14 നിയമസഭാ മണ്ഡലങ്ങൾ. അപ്പോൾ ഈ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ത്രികോണ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങൾ വളരെ കൂടുതലാണ് 2026 എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. നമുക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് തന്നെ നോക്കാം എന്താണ് തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 13 സ്ഥലങ്ങളിലും LDF വിജയിച്ചപ്പോൾ ഒരു സീറ്റ് മാത്രം UDFന് ലഭിച്ചത്. LDFിൻ്റെ ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയായിരുന്നു അവിടെ കാണപ്പെട്ടത്. ഇനി 2026 വരുമ്പോഴത്തേക്കും ഓരോ സ്ഥലങ്ങളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത് അതിൽ എടുത്തു പറയേണ്ട സ്ഥലങ്ങൾ തീർച്ചയായിട്ടും ത്രികോണ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ആദ്യം നമുക്ക് വട്ടിയൂർക്കാവ് നോക്കാം. വട്ടിയൂർക്കാവ് നോക്കുമ്പോഴത്തേക്കും നിലവിൽ അവിടെ LDF ആണ്, എന്നാൽ അവിടെ BJP 2ാം സ്ഥാനത്താണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 1ാം സ്ഥാനത്തെത്തിയ സ്ഥലമാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. അവിടെ BJPക്ക് കൃത്യമായിട്ടുള്ള വോട്ട് ഷെയർ ഉണ്ട് എന്നുള്ളതും വ്യക്തമാണ്. 2026 ആകുമ്പോഴത്തേക്കും അവിടെ BJPക്ക് വിജയ സാധ്യത കൂടുതലാണ് എന്നുള്ളതും വ്യക്തമാവുന്നു. ഒരു 50-50 ചാൻസ് ആണ് അവിടെ നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. കാരണം അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം ഏറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ഓളം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി BJPക്ക് നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ വളരെ വലിയ തോതിലുള്ള ഒരു വിജയ സാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് വട്ടിയൂർക്കാവ് BJPയെ സംബന്ധിച്ചിടത്തോളം. ഇനി നേരെ കഴക്കൂട്ടത്തേക്ക് വരുമ്പോൾ അത് നിലവിൽ LDF സീറ്റാണ്. അവിടെയും തീർച്ചയായിട്ടും BJPക്ക് ഒരു സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. BJP 2ാം സ്ഥാനത്താണ് അവിടെ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു 50-50 ചാൻസ് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് കഴക്കൂട്ടം എന്ന് പറയുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു ചെറിയ തോതിലുള്ള മുൻതൂക്കം LDFന് കാണപ്പെടുന്നു എന്നുള്ളതും വ്യക്തമാണ്. ഇനി തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ LDF സീറ്റാണ്. അത് തീർച്ചയായിട്ടും LDF നിലനിർത്താനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നു. പക്ഷേ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുമെന്നുള്ളത് വ്യക്തമാണ്. ഒരു ത്രികോണ പോരാട്ടം നടക്കുമെന്നുള്ളത് വ്യക്തമാണ്. ഇനി നേമത്തേക്ക് വരുമ്പോഴത്തേക്കും നേമം തീർച്ചയായിട്ടും നിലവിൽ LDFിൻ്റെ സീറ്റാണ്. അത് 2021 BJPയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സീറ്റാണ്. അത് 2026 BJP തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഏറെ സാധ്യതയാണ് നിലവിലത്തെ ഈ ഒരു സർവേയിൽ നിന്നും വ്യക്തമാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും LDFിൽ നിന്നും BJPയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത വളരെയേറെ കൂടുതലായിട്ട് കാണുന്നു. അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ അടിസ്ഥാനമാക്കിയായിരിക്കും BJPയുടെ വിജയ പരാജയങ്ങളൊക്കെ തന്നെ. ഇനി നേരെ വർക്കലയിലേക്ക് വന്നു കഴിഞ്ഞാൽ വർക്കല നിലവിൽ LDF സീറ്റാണ്. പക്ഷേ അവിടെ തീർച്ചയായിട്ടും ഒരു ത്രികോണ പോരാട്ടം നടക്കാനായിട്ടുള്ള എല്ലാവിധ സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത്. അവിടെ തീർച്ചയായിട്ടും BJP മത്സരിക്കാനായിട്ട് തയ്യാറാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി BDJSൻ്റെ ആ സീറ്റ് വാങ്ങിച്ച് BJP മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും ഒരു ത്രികോണ പോരാട്ടം നടക്കുമെന്നുള്ളത് വ്യക്തമാണ്. എന്നാലും ഒരു നിലവിലത്തെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം കാണുന്നത് LDFിനാണ്. ഇനി ആറ്റിങ്ങലിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിലവിൽ LDF സീറ്റാണ്. അവിടെ ഒരു BJP LDF UDF ടൈറ്റ് ഫൈറ്റ് നടക്കുമെന്നുള്ളത് വ്യക്തമാണ്. BJP കൃത്യമായിട്ടുള്ള വോട്ട് ഷെയർ ഉയർത്താൻ സാധിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ആറ്റിങ്ങൽ എന്നുള്ളത് വ്യക്തമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും വളരെ വലിയ തോതിലുള്ള ഞെട്ടിക്കുന്ന മുന്നേറ്റമായിരുന്നു ആറ്റിങ്ങൽ BJPക്ക് സംഭവിച്ചത്. തീർച്ചയായിട്ടും ഒരു ത്രികോണ പോരാട്ടം ആറ്റിങ്ങൽ നടക്കുമെന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു 50-50 ചാൻസസ് നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറുന്നു. പക്ഷേ നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം നിലവിലും കാണുന്നത് LDFിന് തന്നെയാണെന്ന് അതിൽ സംശയമില്ല. ചിറയൻകീഴ്
LDF ആണ്. അത് LDF തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത്. ഇനി നെടുമങ്ങാടിലേക്ക് വരുമ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും LDFിൻ്റെ കയ്യിലാണ് ആ സീറ്റ് നിലവിലുള്ളത്. അത് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ BJPക്ക് വോട്ട് ഷെയർ ഉയരുമെന്നുള്ളതും വ്യക്തമാകുന്നുണ്ട്. അവിടെ ഒരു ത്രികോണ പോരാട്ടം നടക്കാനായിട്ടുള്ള സാധ്യതയും നിലവിൽ കാണുന്നുണ്ട്. ഇനി വാമനപുരം വരുമ്പോഴത്തേക്കും അത് നിലവിൽ LDF സീറ്റാണ്. അത് LDF തന്നെ നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. അരുവിക്കരയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ LDF സീറ്റാണ്. പക്ഷേ ആ സീറ്റ് UDFിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അവിടെ BJP വോട്ടുകൾ നിർണായകമായി മാറുമെന്നുള്ളതും വ്യക്തമാണ്. ഇനി നേരെ പാറശാലയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ LDF സീറ്റാണ്. ആ സീറ്റ് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി കാട്ടാക്കടയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിലവിൽ LDF സീറ്റാണ്. ആ സീറ്റ് ഒരു 50-50 ചാൻസ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറുന്നു കാട്ടാക്കട. തീർച്ചയായും BJPക്ക് അവിടെ 35,000 കൂടുതൽ വോട്ടുകളുള്ള ഒരു സ്ഥലമാണ്. BJPക്ക് ഏറെ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ്. തീർച്ചയായിട്ടും അവിടെ BJP വോട്ടുകൾ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ UDF LDF BJP ഒരു ത്രികോണ പോരാട്ടം അവിടെ നടക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരും 2026. കോളത്തേക്ക് വരുമ്പോൾ അത് UDF സീറ്റാണ്. അത് UDF തന്നെ നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. നെയ്യാറ്റിൻകരയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ LDF സീറ്റാണ്. അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അത് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മൊത്തമായി നോക്കുകയാണെങ്കിൽ 14 മണ്ഡലങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ തന്നെ LDFന് തിരിച്ചടി ലഭിക്കുമെന്നുള്ളത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ LDFന് അടിപതറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നും ഈ ഒരു സർവേ വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ 3 സീറ്റുകളെങ്കിലും കുറഞ്ഞത് നേടിയെടുക്കാനായിട്ടുള്ള സാധ്യത, അതായത് വിജയ സാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് തിരുവനന്തപുരം മാറുന്നു എന്നുള്ളത് വ്യക്തമാണ്. തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും കുറഞ്ഞത് ഒരു 3 സീറ്റിലെങ്കിലും അവർക്ക് വിജയസാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. ഇനി UDFിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് ആകെ ഒരു സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് ചിലപ്പോൾ 3-4 ഉയരുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരും. ഇനി LDFിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് നിലവിൽ 14 സീറ്റുകളിൽ 13 സീറ്റുകളും അവരുടെ കയ്യിലാണ്. പക്ഷേ അത് 2026 വരുമ്പോഴത്തേക്കും ആ 13 സീറ്റുകളിൽ നിന്നും 10 താഴെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും ഈ സർവേ വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ചിലപ്പോൾ 9-8 ചുരുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് വരും. എന്തായാലും ഒരു വളരെ വലിയൊരു ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലമായിട്ട് തിരുവനന്തപുരം 2026 മാറുമെന്നുള്ളത് വ്യക്തമാണ്. സർവേകളെ വെല്ലുന്ന തരത്തിലോട്ടുള്ള ഒരു റിസൾട്ട് അവിടെ സംഭവിക്കുമോ, LDFന് 2021 ലഭിച്ച ആ ഒരു മുൻതൂക്കം അവിടെ 2026 ഉണ്ടാകുമോ, അതല്ല അവിടെ ഒരു UDF അട്ടിമറി അല്ലെങ്കിൽ ഒരു BJP മുന്നേറ്റം പലയിടങ്ങളിലും കാണാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.